ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു കമൻറ്റാണ് ചേച്ചി മോമോസ് ചെയ്യുമോയെന്ന്. സോ ഇന്ന് ഞാൻ നോക്കിയപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മോമോസ് ഉണ്ടാക്കുന്നത് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ ഒറിജിനൽ റെസിപ്പി. കുറച്ച് സബോള, ഗ്രീൻ ചില്ലി, ഗാർലിക്കൊക്കെ ചോപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലോറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോറും യൂസ് ചെയ്യാം. അതിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒറിഗാനോ, അത് ഞാൻ ഫ്ലേവറിന് വേണ്ടി ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഓയിലോ ഗീയോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡോ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ചിക്കൻ ഇതുപോലെ വറുത്തെടുത്ത് മാറ്റി വെക്കണം. ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് മസ്റ്റൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിലും ആക്കാം. എന്നിട്ടൊരു പാൻ വെച്ച് എണ്ണ ഒഴിക്കുക. ചൂടാകുമ്പം ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും ഓണിയനും പിന്നെ ഈ ചില്ലിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇടണ്ട, അതിന് പകരം ചിക്കൻ മസാല ഇടുക. ഗൈസ്, മല്ലിപ്പൊടി ഇടരുത് കേട്ടോ, അതെനിക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ. പിന്നെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച് ഈ ചിക്കനും അതിലോട്ടിട്ട് നന്നായി സോട്ടേ ചെയ്യുക. ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ അഭ്യാസങ്ങളാണ്. ഇനി അമ്മ നല്ലപോലെ വന്ന് പരത്തിയൊക്കെ തന്നു എനിക്ക്. അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നുകൊണ്ട് എൻ്റെ പകുതി ജോലി കഴിഞ്ഞു. അമ്മ നല്ല നീറ്റായിട്ടാണ് ഓരോ റൊട്ടിയും ചെയ്തത്. അത് കഴിഞ്ഞ് നിങ്ങളെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റി എന്നിട്ട് ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടാണ് ഞാൻ ആവി കയറ്റുന്നത്. അതിലോട്ട് ഇതുപോലെ മോമോസ് ഇങ്ങനെ പെറുക്കി പെറുക്കി വെച്ചു. ഞാനൊരു 10-30 എണ്ണം ചെയ്തിരുന്നു. അങ്ങനെ അത് എല്ലാം കൂടെ ഇതുപോലെ ചെമ്പിലിട്ടിട്ട് വേവിക്കണം. നല്ലപോലെ വേവിച്ച് അതിൻ്റെ മേലിൽ കൂടെ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുമ്പം നല്ല ടേസ്റ്റ് കൂടും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും തുറക്കുമ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ മോമോ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഓരോ മോമോ എടുത്ത് പ്ലേറ്റിലോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം. ആക്ച്വലി ഇതിനൊരു ഡിപ്പും കൂടെ ഉണ്ട്, പക്ഷേ എനിക്കെന്തോ ഡിപ്പ് ഇഷ്ടമല്ല. ഡിപ്പില്ലാതെ കഴിക്കുന്നതാണ്, ഇനിയിപ്പോൾ കട്ട്ലറ്റ് ആയാലും സോസ് ഇല്ലാതെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. സോ ഗൈസ്, ഇതാണ് ആ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണമെന്ന് പറയൂ. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.